ഞാൻ നിന്റെ ആരാ? എന്താ നന്ദു? ചോദിച്ചതിന് ഉത്തരം പറ. ദാ ഇതെന്റെ കഴുത്തി കെട്ടിയ ആള്, എന്റെ ഭർത്താവ്, ഈ ലോകത്തിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. അതാ എനിക്ക് നന്ദു. അത്രയും വിശദീകരണമൊന്നും വേണ്ട. ഭർത്താവാണല്ലോ. അത് പറഞ്ഞില്ലേ നന്ദു? പിന്നെ നീ എന്നോട് പറയാതെ എവിടേക്കാ പോയത്? നന്ദുവിനോട് എല്ലാം ഞാൻ പറയാം. വന്നേ. നിക്കവിടെ. ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയാ മതി. എന്നോട് പറയാതെ തനുജെ കാണാൻ പോയതിനാ? എന്തിനാ നന്ദു ഈ രീതിയിൽ സംസാരിക്കുന്നേ? നന്ദു വാ. നീ എന്താ കളിയൊക്കെ ആണോ? നീ എവിടെ പോയെന്ന് അമ്മ ചോദിച്ചപ്പോ അമ്പലത്തിലേക്ക് പോയെന്നാ ഞാൻ പറഞ്ഞത്. നീ എന്നോട് പറഞ്ഞിട്ട് പോയത് അങ്ങനെയല്ലേ? ഞാൻ അമ്പലത്തിൽ പോവാനായിട്ട് ഇറങ്ങിയതാ. അപ്പോ നിർത്ത്. നമ്മുടെ കുടുംബ തകർക്കം നടക്കുന്നവളെ കാണാൻ നീ അവളുടെ വീട്ടിലേക്ക് പോയിട്ട് എന്നോട് കള്ളം പറയുന്നോ? നന്ദു ബഹളം വെക്കാതെ, പതുക്കെ. അകത്ത് അമ്മയൊക്കെ കേൾക്കും. ആര് കേട്ടാലെന്താ? നിന്നെ പിന്നെ ഇവിടെ അറിയാത്തവരാണല്ലോ ഉള്ളത്. ഇവിടെ ഉള്ളവർ വെറുക്കുന്ന ഒരുത്തെ കാണാൻ പോയിട്ട് അവളുടെ പ്രസംഗം. നന്ദു പറയുന്നത് കേട്ടാ ഞാൻ അവക്ക് വേണ്ടി എന്തോ കാര്യം ചെയ്യാൻ പോയതുപോലെ തോന്നുമല്ലോ. പിന്നല്ല എന്തിനു പോണം? അച്ഛൻ നിന്നെ എന്തെങ്കിലും ചുമതലപ്പെടുത്തി വിട്ടോ? അതല്ലേ സത്യം? ആ തനുജി നന്ദു ഇപ്പൊ ഒരുപോലെയാ സംസാരിക്കുന്നത്. അവളും ചോദിച്ചത് അച്ഛൻ പറഞ്ഞയച്ചിട്ട് വന്നല്ലേന്നാ. ഞാൻ നമ്മുടെ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിയല്ലേ പോയത്. നല്ല ഉദ്ദേശത്തോടെ നീ പോയതെങ്കിൽ നിനക്ക് എന്നെ കൂടി കൂട്ടായിരുന്നല്ലോ. നന്ദു മുൻപ് അവളെ കണ്ട് സംസാരിച്ചതല്ലേ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് കരുതി. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ നന്ദു ഞാൻ പോയത്. നീ ആരടി? ഈ കുടുംബത്തിന്റെ രക്ഷാധികാരിയോ അതോ കാരണവരോ? അമ്മയെ നിഷേധിക്കുന്ന നിലപാടാ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛന്റെ തെറ്റുകളെ ന്യായീകരിക്കുന്നതും പോരാതെ ആ തനൂജെ കാണാൻ ഒറ്റയ്ക്ക് പോയിരിക്കുന്നു. അമ്മയെ ഞാൻ രജനിച്ച് അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുറപ്പായി. പ്ലീസ് നന്ദു അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ഞാൻ എന്ത് പറയണം? തെറ്റ് കാണിക്കുന്ന അച്ഛനെ സപ്പോർട്ട് ചെയ്ത് പറയണം അല്ലേ? നീ പറയും പോലെ. അതിനെനിക്ക് മനസ്സില്ല. ഒറ്റയ്ക്ക് പുറത്തു പോയത് അവിടെ പോയതാണെന്ന് അറിയില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്തൊക്കെയായാലും നീ ഒറ്റയ്ക്ക് അനുഭവിച്ചാ മതി. ഒന്നിനും എന്റെ കൂട്ടുണ്ടാവില്ല. എന്നെ ഒറ്റപ്പെടുത്തുവാണോ? നീ എന്നെ ഒറ്റപ്പെടുത്തി കളയുന്നേ. ഞാൻ കൂടെ ഉണ്ടെന്ന് ചിന്തയുണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് പറഞ്ഞിട്ട് പോകുകയായിരുന്നു. ചോദിക്കുമ്പോ ഒരു ഷോക്കുന്ന പോലെ ഈ താലി ഉയർത്തി കാണിച്ചാൽ മാത്രം പോരാ. ആ താലിയോട് ആത്മാർത്ഥത കാണിക്കണം. തനുജയുടെ വീട്ടിൽ ചെന്ന് അവളെ കണ്ടിട്ട് വരിക എന്ന് പറയുമ്പോ ഇവിടെ എല്ലാവർക്കും ആശ്വാസമാവുമെന്ന് ഞാൻ കരുതിയ. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോയതിന് എന്നോട് നല്ല വാക്ക് പറയൂന്നും കരുതി. എല്ലാരോടും പറഞ്ഞിട്ട് പോയാ തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് കരുതി. അതാ ഒറ്റയ്ക്ക് പോയെ. അത് ഇത്ര വലിയ തെറ്റായി പോവെന്ന് കരുതിയില്ല. അതവിടെ കേട്ടെ. പോയിട്ട് അവൾ എന്ത് പറഞ്ഞു? ഇനി ശല്യപ്പെടുത്തില്ലെന്ന് സമ്മതിച്ചോ? ഒന്നും നടന്നില്ല അല്ലേ? അതോ അച്ഛന് വേണ്ടി എന്തെങ്കിലും ധാരണ ഉണ്ടാക്കിയോ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.